ഹലോ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതെ, റജബ് 27 മിറാജ് നോമ്പാണ്. അപ്പോൾ ഞങ്ങളൊരു കുട്ടി നോമ്പ് കണ്ടാലോ. ഒരു 5:30 ആയപ്പോഴേക്ക് ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാട്ടർ മെലോണൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവർക്കും നോമ്പുറയിൽ ഫ്രൂട്ട്സിൽ ഫസ്റ്റ് കാണുന്ന ഐറ്റം ആയിരിക്കില്ലേ വാട്ടർ മെലോൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കും എല്ലാം നോമ്പുറയ്ക്ക് ഉണ്ടാവും കേട്ടോ ഇത്. അത് കഴിഞ്ഞ് കറുത്ത മുന്തിരി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. അത് ഇനി മാങ്ങ കട്ട് ചെയ്തു. ഒരു മാങ്ങാപ്പഴം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി പീൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ഐറ്റമാണ് ഉണ്ടായിരുന്നത്: വാട്ടർ മെലോണും ഗ്രേപ്സും മാംഗോയും. ഇത് 3 നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി ടാങ്ക് കലക്കി കേട്ടോ. നാരങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ടാങ്കാട്ടോ കലക്കിയത്. അപ്പോഴാട്ടോ ഉമ്മച്ചി ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കണ കാണുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ട് ഒന്ന് പൊങ്ങണ വീഡിയോ കൂടെ പിടിച്ചിട്ടുണ്ട്. ചുമ്മാ ഇരിക്കട്ടേന്നേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഫുള്ള് പൊങ്ങി തന്നെ കാണാൻ. അങ്ങനെ ഉമ്മച്ചിയുടെ ചപ്പാത്തി ചുള്ളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ എല്ലാ സാധനങ്ങളും ടേബിളിലേക്ക് എടുത്തു വെച്ചു. ബാങ്ക് കൊടുക്കാറായിരുന്നു കേട്ടോ. ഒരു 6:15 ആയിരുന്നു. നോമ്പ് തുറക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നേരം ഓർത്തില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ബാങ്ക് കൊടുക്കണേ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 5-10 മിനിറ്റ് മുന്നേ റെഡി ആയിരിക്കണമെന്നാരോ. നമ്മൾ ബാങ്കിൽ പ്രതീക്ഷിച്ചിരിക്കണമെന്നാണ്. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞു. പരിപ്പുവട ഉണ്ടായിരുന്നു കേട്ടോ. പരിപ്പുവടയും ഈത്തപ്പഴം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തു. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി നിസ്കരിക്കാൻ പോയി കേട്ടോ. നിസ്കരിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഭക്ഷണം കഴിച്ചത്. 2 പാത്രത്തിലാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പത്തിരിയും ചപ്പാത്തിയും ആയിരുന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ആ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിക്കുമ്പോഴേക്കും വയറൊന്നും അറിയും കേട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിച്ചാൽ മതി. പിന്നെ ഇവിടെ ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവർ നേരത്തെ കഴിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ കഴിക്കണേ. അങ്ങനെ ഞാൻ പത്തിരി ആട്ടോ എടുത്തത്. എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടം പത്തിരിനോടാണ്. അങ്ങനെ പത്തിരി ഇറച്ചിക്കറി ഒഴിച്ച് കഴിച്ചു. പാൽച്ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതും കുടിച്ചു. അപ്പോൾ എല്ലാവരുടെയും മിറാജ് നോമ്പൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു പറയണം കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമല്ലോ. ഒന്ന് ശനിയാഴ്ച കൊണ്ട് ആരും അങ്ങനെ മടുത്ത് കാണില്ലായിരിക്കും. സ്കൂളിൽ പോകണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്കും വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല കേട്ടോ ഒന്ന്. അങ്ങനെ പത്തിരി ഇറച്ചിക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം ഖുറാൻ ഓതി കേട്ടോ. ഖുറാൻ ഓതിയിലായിരുന്നു. നിസ്കരിച്ചിട്ട് നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങളുടെ മിറാജ് നോമ്പ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.